വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് വളരെ ഫലവത്തായ ഒരു കാര്യമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നമുക്കെല്ലാവർക്കും വിശ്വാസം ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹപൂർണമായി ജീവിക്കുവാൻ, സന്തോഷ സമാധാനമായ സമൃദ്ധിയായ ഒരു ജീവിതത്തിന് നമുക്കെപ്പോഴും വിശ്വാസം ആവശ്യമുണ്ട്. ഇവിടെ കർത്താവ് വളരെ മാതൃകാപരമായിരിക്കുന്നൊരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നവരെ അല്ല നമ്മുടെ കൂടെ കൂട്ടേണ്ടത്. നമ്മുടെ വിശ്വാസത്തെ പണിയുന്നവരെ, നമ്മുടെ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ, നമ്മുടെ വിശ്വാസത്തെ കൈപിടിച്ച് ഉയർത്തുന്നവരെ, വിശ്വാസത്തിന് പ്രോത്സാഹനം നൽകുന്നവരെ, വിശ്വാസത്തിൽ എൻകറേജ് ചെയ്യുന്നവരെ, അങ്ങനെയുള്ളവർ വേണം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കാൻ. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എപ്പോഴും എന്തിനാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ വലിയ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയം കർത്താവ് യോഹന്നാനെയും പത്രോസിനെയും ഒക്കെയാണ് കർത്താവിൻ്റെ കൂടെ കൂട്ടുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് ഈ 3 പേരെ കർത്താവ് എപ്പോഴും കൂടെ കൂട്ടുന്നത്? അതിൻ്റെ കാരണം ഇവർ കർത്താവിൻ്റെ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ നമുക്കറിയാം, തോമസിനെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ ദാനിയിലേക്ക് പോകുന്ന സമയത്ത് തോമസ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കും കൂടെ ഗുരുവിൻ്റെ കൂടെ മരിക്കേണ്ടതിന് പോകാമെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് വിശ്വാസമില്ല അവിടെ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കർത്താവ് എപ്പോഴും കൂടെ കൂട്ടുന്നത് വിശ്വാസത്തിൽ മുന്നേറ്റം നടത്തുന്നവരെ, അതിന് സപ്പോർട്ട് ചെയ്യുന്നവരെ ആണ് കർത്താവ്. നമുക്കൊരു മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം എന്തുകൊണ്ടാണ് പലപ്പോഴും ഫലമില്ലാതെ പോകുന്നത്, ഫലരഹിതമായി പോകുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം നമ്മുടെ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല നമ്മുടെ കൂടെ ഉള്ളത്. അതാണ് ഈ വിഷയം. നമ്മളെ നിരാശപ്പെടുത്തുന്ന, ഡിസ്കറേജ് ചെയ്യുന്ന, നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി തരുന്ന, എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന, നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന, എപ്പോഴും നമ്മളൊരു പ്രശ്നമാണെന്ന് പറയുന്ന ഈ ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഉള്ളതെങ്കിൽ നമുക്കൊരിക്കലും വിശ്വാസത്തിൽ വളരാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ഡിസ്കറേജായി, നിരാശയായി ജീവിതം വല്ലാത്തൊരവസ്ഥയിലെത്തും. നിങ്ങൾക്കറിയാം, യായിറോസിൻ്റെ വീട്ടിലേക്ക് കർത്താവ് കടന്നു ചെല്ലുക. യായിറോസ് തൻ്റെ മകളുടെ ആവശ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വന്നതാണ്. അങ്ങനെ കർത്താവിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയം വഴിയിൽ ഒരു വാർത്ത വീണ്ടും വന്നു, ഇനി മകളെ രക്ഷിക്കാനായിട്ട് കർത്താവിനെ കൂട്ടണമെന്നില്ല, സംഗതിയെല്ലാം കഴിഞ്ഞുവെന്ന്. ഇത് കേട്ട് വളരെ വേദനയോടെ നിൽക്കുന്ന യായിറോസിനോട് യേശു പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുവാ. യേശു വന്നപ്പോൾ, ആ വീട്ടിൽ വന്നപ്പോൾ യേശു ആ മുറിയിലേക്ക് കയറി ചെന്നു. ആദ്യം യായിറോസിൻ്റെ മകളെ കണ്ടു പറഞ്ഞു, കുഞ്ഞ് ഉറങ്ങുവാണല്ലോ എന്നാണ് പറഞ്ഞത്. അവൾ ഉറങ്ങുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും യേശുവിനെ പരിഹസിച്ചു. പലപ്പോഴും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് പരിഹാസമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കർത്താവ് അവിടെ ചെയ്തു തന്നെയാണ്. അവിടെ കുഴലുന്നവരും കരയുന്നവരും വിലപിക്കുന്നവരൊക്കെ വലിയൊരു കൂട്ടം അവിടെ ഉണ്ട്. ആദ്യം കർത്താവ് ചെയ്ത് ഇവരെല്ലാം അങ്ങ് പുറത്താക്കുമായിരുന്നു ചെയ്ത്. ഇവരെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിന്നും ചിലരെ പുറത്താക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണും. ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുകയും വിശ്വാസത്തിന് വിരോധമായി സംസാരിക്കുകയും നമ്മളെ നിരാശപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്നവരൊന്നും നമ്മളെ വളർത്താനുള്ളവരല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിങ്ങനെ, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആദരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണമെന്നാണ് പറഞ്ഞത്. സകല കഴിയുമെങ്കിൽ. ചില മനുഷ്യരോട് കഴിയത്തില്ല, അപ്പോൾ അവരെ നമ്മൾ ഇച്ചിരി അകറ്റി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ പണിയാൻ സഹായിക്കാത്തവരെ, നമ്മളെ എൻകറേജ് ചെയ്യാത്തവരെ, നമ്മളെ പ്രോത്സാഹിപ്പിക്കാത്തവരെ, നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നടക്കാൻ സഹായിക്കാത്തവരെ എല്ലാം പുറത്താക്കിയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം മാത്രം മതി. ദൈവം നമ്മളിൽ നട്ടിരിക്കുന്ന വിശ്വാസം മാത്രം മതി വലിയ കാര്യങ്ങളെ നേടുവാൻ, വലിയ കാര്യങ്ങൾ സാധിക്കുവാൻ, വലിയ അത്ഭുതങ്ങൾ നേടിയെടുക്കുവാൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെ പരിപോഷിപ്പിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന ആ വിശ്വാസത്തെ നമ്മൾ പരിപോഷിപ്പിച്ചു കൊണ്ടിരുന്നാൽ അത് മാത്രം മതി വലിയ നമ്മുടെ പ്രശ്നങ്ങളായിരിക്കുന്ന വൻ മലകളെ മാറ്റി, നമ്മുടെ പ്രതികൂലങ്ങളായിരിക്കുന്ന വൻ മലകളെ മാറ്റി, വൻ മതിലുകളെ ഇടിച്ചുകൊണ്ട് നമുക്കൊരു ജയജീവിതം നൽകുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസം മാത്രം മതി. അതിനെ തകർക്കാൻ ആരും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാതിരുന്നാൽ മതി. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാകരുത്. നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ താഴ്ത്തിക്കെട്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒന്നുമല്ലെന്ന് സ്ഥാപിക്കുന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരെണ്ണം നമ്മുടെ കൂടെ ഉണ്ടാകരുത്.
നമ്മളെ ബിൽഡപ്പ് ചെയ്യുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമുക്ക് മുന്നേറ്റം പകർന്നു തരുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ളത്. അങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രമേ വിശ്വാസത്തിൻ്റെ വൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ഈ മെസ്സേജിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു വലിയ പഠന പരമ്പര, ഒരു കോഴ്സായിട്ട് ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ തിരിച്ച് കോൺടാക്റ്റ് ചെയ്ത് ആ കോഴ്സിൽ നിങ്ങളെ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ആ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു നല്ല പഠനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ വിശ്വാസം തകർക്കുന്ന ആരും, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ഇല്ലാതാക്കുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാകരുത്. നമ്മുടെ ചുറ്റും നിന്ന് സങ്കടം പറയുക, കരച്ചിലും പിഴിച്ചിലും നിരാശയും പറയുന്നവർ ചിലപ്പോൾ അവരുടെ സങ്കടങ്ങളും നിരാശകളുമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ടൊന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു ഗുണം ഉണ്ടാകത്തില്ല, പകരം നമ്മളെ അത് തളർത്തുകയുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാതെ നെഗറ്റീവ് എപ്പോഴും പറയുന്നത്, വല്ലപ്പോഴും ഒരു നെഗറ്റീവ് പറയുക, സങ്കടം പറയുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിരന്തരം വാ തുറന്നാൽ നെഗറ്റീവേ പറയത്തുള്ളൂ, വാ തുറന്നാൽ വേണ്ടാതിനെ പറയത്തുള്ളൂ, വാ തുറന്നാൽ നിരാശയും നാശവും പറയത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മുടെ സർക്കിളിൽ ഉണ്ടാകാൻ പാടില്ല. ഇച്ചിരി ദൂരെ നിർത്തുന്നത് നല്ലത്. അങ്ങനെ നിർത്തിയാൽ നമ്മുടെ വിശ്വാസം പണിയപ്പെടും, നമ്മുടെ വിശ്വാസം ബിൽഡപ്പാവും. നമ്മുടെ വിശ്വാസം ബിൽഡപ്പായാൽ നമുക്ക് ദൈവസഹായത്താൽ നമുക്കൊരു ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ ജീവിതം ജീവിക്കുവാൻ കഴിയും. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാവരും പുറത്താക്കിക്കോ. ഒരു വലിയ ജയജീവിതം നമുക്ക് കർത്താവ് തരാൻ പോവുകയാണ്. ഒരു വലിയ ജയജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.